ഗോസിപ്പുകൾ അത് സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും മനുഷ്യ സാമൂഹിക ജീവിതത്തിൻ്റെയും ഭാഗമാണ്. ഒന്ന് കണ്ണോടിച്ചാൽ ചുറ്റിനും കാണാം ഗോസിപ്പുകൾ പറഞ്ഞ് നടക്കുന്ന ഒട്ടനവധി ആളുകളെ. എല്ലാ കഥകളും ഗോസിപ്പുകളും പറഞ്ഞു വരുത്തി മറ്റുള്ളവരുടെ ജീവിതത്തിന് കേടുപാടുണ്ടാക്കി ആനന്ദിക്കുന്നവർ നിരവധിയുണ്ട്. ചിലർ പരദൂഷണം അഥവാ ഗോസിപ്പ് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ പരിക്കേൽക്കുന്നത് അതിന് ഇരയാവുന്നവരുടെ മാനസികാരോഗ്യത്തിനാണ്. അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സമൂഹത്തിൽ ഫേസ് വാല്യൂ ഉള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ്. വളരെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒന്നാണ് ഗോസിപ്പുകൾ. അവ ഒരുപക്ഷെ വേദനിപ്പിച്ചേക്കാം. കേൾക്കേണ്ടി വരുന്ന ഗോസിപ്പുകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അവഗണിക്കുകയോ ചിരിച്ചു തള്ളുകയോ ചെയ്യാം. സെലിബ്രിറ്റി ലൈഫ് നയിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഇത്തരം ഗോസിപ്പുകളാൽ പലപ്പോഴും മുറിവേറ്റിട്ടുള്ളവരാണ്. അക്കൂട്ടത്തിലൊരാളാണ് നടിയും അവതാരകയും മോഡലുമെല്ലാമായ രഞ്ജിനി ഹരിദാസ്. ഉള്ളു തുറന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ പലരും അതിൻ്റെ പേരിൽ ഗോസിപ്പുകളും വീഡിയോകളും റിപ്പോർട്ടുകളും പ്രചരിപ്പിച്ച് നടിയെ കരിവേരി തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. മിക്കതിനും ചുട്ട മറുപടി ഉടനടി നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പേരിൽ പ്രചരിച്ച ഒരു ഗോസിപ്പിന് കുറിക്കുകൊള്ളുന്ന മറുപടി രഞ്ജിനി നൽകി. ആ പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിക്കിടെ മദ്യപിച്ച് ലക്ക് കെട്ട രഞ്ജിനിയെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോയി എന്ന് പ്രചരിച്ചിരുന്നു. ഇതേക്കുറിച്ച് ഒരിക്കൽ നാദിർഷ അവതാരകനായ സ്റ്റാർ റാഗിംഗ് ഷോയിൽ രഞ്ജിനി അതിഥിയായി എത്തിയപ്പോൾ സദസ്സിൽ നിന്നും ഒരാൾ ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായ മറുപടിയും രഞ്ജിനി നൽകി. താൻ മദ്യപിക്കുന്ന വ്യക്തിയാണെന്ന് രഞ്ജിനി തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. ഞാൻ മദ്യപിക്കുന്നയാളാണ്. കൂട്ടുകാർക്കൊപ്പമാണ് ഞാൻ മദ്യപിക്കുന്നത്. ഞാൻ കുറേ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇതുപോലെ വേറെയും കുറേ കഥകൾ എൻ്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. പല കഥകൾ നിങ്ങളെല്ലാവരും കേട്ടതിൽ ഒന്നു മാത്രമാണിത്. ഒരുപാട് പാർട്ടികൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ട്രിവാൻഡ്രത്തും ഗോവയിലും ന്യൂയോർക്കിലും എല്ലാം പോയി പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്ട്രെസ്സോടെ ജോലി ചെയ്യുന്ന എനിക്ക് റിലാക്സ് ചെയ്യാനുള്ള മീഡിയമാണ് ഇത്തരം പാർട്ടികൾ. പിന്നെ ഞാൻ മദ്യപിക്കില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഞാനൊരു സോഷ്യൽ ഡ്രിങ്കറാണ്. മദ്യപിക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. മദ്യപിച്ച് ലക്കുകെട്ട് എന്നെ ബൗൺസേഴ്സ് എടുത്തുകൊണ്ട് പോയിരുന്നുവെങ്കിൽ ഞാനത് നിങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചേനെ. എപ്പോൾ കുടിക്കണം, എവിടെ കുടിക്കണം, എങ്ങനെ കുടിക്കണമെന്ന് നന്നായി അറിയുന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്കും അതിൽ പൂർണ്ണ അറിവുണ്ട്. എനിക്കെന്നെ നോക്കാൻ അറിയാമെന്നും അമ്മയ്ക്കറിയാം. മദ്യപാനം നമ്മുടെ ശീലവും അത് മറ്റുള്ളവർക്കും നമുക്കും മോശമായി ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു തെറ്റായ കാര്യമാകുന്നത്. അമിതമായാൽ അമൃതും വിഷം എന്ന തിയറിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താരത്തിൻ്റെ പഴയ അഭിമുഖം വീണ്ടും വൈറലായതോടെ സത്യസന്ധമായ രഞ്ജിനിയുടെ വാക്കുകളാണ് ഞങ്ങളെയും ഫാനാക്കി മാറ്റിയതെന്നാണ് കമൻറ്റുകൾ വന്നത്. 42കാരിയായ രഞ്ജിനി ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ അവതാരികയായി വന്നതോടുകൂടിയാണ് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത്.